മീഡിയ മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രാഹുൽ ഈശ്വറാണ്. സ്വാഗതം. നമസ്കാരം. വ്യാജ കേസുകളെ പറ്റിയാണ് നിരന്തരമായി ചോദിക്കാനുള്ളത്. നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വ്യാജ കേസുകളെ പറ്റിയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണല്ലോ ചർച്ചകൾ നടക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരായിക്കൊണ്ടുള്ള വ്യാജ കേസ്, നിവിൻ പോളിക്കെതിരായിക്കൊണ്ടുള്ള കേസ്, അതുപോലെ തന്നെ ജയസൂര്യക്കെതിരായിക്കൊണ്ടുള്ള കേസ്, ഇത്തരം ആളുകൾക്കെതിരെയൊക്കെ കേസ് കൊടുത്തിട്ട് ആ കേസിൻ്റെ ഒന്നും അഡ്രസ്സുകളില്ല. അവരെ ആ നിരന്തരമായി വേട്ടയാടുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ ഈ നിവിൻ പോളിക്കെതിരെയൊക്കെ കേസ് കൊടുത്ത ആളുകൾ എവിടെയാണുള്ളത് എന്നൊന്നും അറിയില്ല. ഇപ്പോൾ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു ചോദ്യം ചോദിക്കുന്നത്. എന്താണ്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി, രാഹുൽ ഈശ്വർ അല്ല, കേരള ഹൈക്കോടതി എൽദോസ് കുന്നപ്പള്ളി MLA യുടെ കാര്യത്തിൽ പറയുകയുണ്ടായി, റേപ്പിനോളം തന്നെ സീരിയസും വേദനാജനകവുമാണ് വ്യാജ റേപ്പ് കേസുകളും. റേപ്പിനോളം തന്നെ സീരിയസ് ആണ്, വേദനാജനകമാണ് വ്യാജ റേപ്പ് കേസുകൾ. എന്തുകൊണ്ടാണ്? ഒരു പുരുഷൻ, അവൻ്റെ അമ്മ, അവൻ്റെ മകൾ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ, അവൻ്റെ കുടുംബം എല്ലാം ഇതുകൊണ്ട് തകരുന്നു, പ്രശ്നമാകുന്നു, അവൻ്റെ റവന്യൂ ഇല്ലാതാകും. എത്ര പേർക്കെതിരെ നമ്മൾ വ്യാജ കേസുകൾ കണ്ടു. നമ്മുടെ നിവിൻ പോളിക്കെതിരെ കണ്ടു, വ്യാജ കേസാണെന്ന് കോടതി തെളിയിച്ചു, അല്ലെങ്കിൽ പോലീസ് തെളിയിച്ചു. ആ പെൺകുട്ടിക്കെതിരെ ഒരു ആക്ഷൻ എടുത്തോ, ഒരു FIR ഇട്ടോ? ഇല്ലല്ലോ. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ രഞ്ജിത്ത് സാർ 2012 പീഡിപ്പിച്ചു. എന്നിട്ട് പാവം രേവതി മാഡത്തിൻ്റെ പേര് വരെ വലിച്ചടിച്ചു. രേവതിക്ക് തൻ്റെ നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുത്തു എന്ന് ഒരുത്തം പറയുകയാണ്. ആ ഹോട്ടൽ തുടങ്ങിയത് 2015 എന്നിട്ടാണ് 2012 അത് റേപ്പ് ചെയ്തു അല്ലെങ്കിൽ മോശം എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നത്. എത്ര വ്യാജ പരാതികൾ ഒമർ ലുലുവിനെതിരെ, അല്ലെങ്കിൽ നമ്മുടെ വിജയബാബുവിനെതിരെ, അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ, അല്ലെങ്കിൽ ശ്രീ ജയസൂര്യക്കെതിരെ, എത്ര പേർക്കെതിരെയാണ് നിരന്തരം. അപ്പം പബ്ലിസിറ്റിക്ക് വേണ്ടി കാശ് എക്സ്റ്റോർട്ട് ചെയ്യാൻ, ഭീഷണിപ്പെടുത്തി പണം തട്ടാനൊക്കെ പല ആൾക്കാരും ഈ കേസുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് സത്യം നമ്മൾ മനസ്സിലാക്കണം. ബാലേന്ദ്ര മേനോൻ സാറിന് 71 വയസ്സായി. ആ മനുഷ്യനെയെങ്കിലും വെറുതെ വിട്ടുകൂടെ? 71 വയസ്സായ മനുഷ്യൻ ചില കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ വെച്ച് ചെയ്തു എന്നൊക്കെ. ഇത് ചെയ്തെന്നോ ചെയ്തില്ലെന്നോ എങ്ങനെ തെളിയിക്കാൻ പറ്റും? അവർക്ക് പരാതിയില്ല, അവരൊന്നും പറഞ്ഞില്ല. അതായത് ഇതിൽ വന്നു എന്ന് പറയുകയാണ്. അതായത് വെറുതെ മറ്റു 2 നടിമാരുടെ പേര് കൂടെ എടുത്ത് പറഞ്ഞാലല്ലേ ഒരു പഞ്ച് കിട്ടൂ. ഒരു ഗും കിട്ടാൻ 1-2 പേരുടെ പേരും കൊടുത്ത് പറയണം. എന്തിനാ നിവിൻ പോളിയുടെ പേര് പറയുന്നത്? എന്നാലല്ലേ ശ്രദ്ധിക്കൂ നാട്ടുകാർ. ഇല്ലെങ്കിൽ നിവിൻ പോളിയുടെ പേര് എന്തിനാ പറയണേ? ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ? നിവിൻ പോളിയുടെ കാര്യം നമ്മളെല്ലാം പറയുന്നു, സപ്പോർട്ട് പറയുന്നു. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് കൊച്ചിയിലുണ്ടായിരുന്നു. നിവിൻ പോളിയുടെ സുഹൃത്തുക്കളാണ് ദുബായിൽ. അവരിപ്പോഴും കേസിൽ നിന്ന് എക്സോണറേറ്റഡ് ആയിട്ടില്ല, അക്യൂറ്റഡ് ആയിട്ടില്ല. പോലീസ് സ്ഥിരം പല്ലവി പറയും, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോന്ന് അന്വേഷിക്കാനാണ്? ചുമ്മാ പരാതി പറയുമ്പോൾ പോലീസുകാരുടെയും കുറ്റമല്ല കേട്ടോ. പോലീസുകാർക്ക് പറയുന്നത് വ്യാജ പരാതിയാണെന്ന്. പക്ഷേ വ്യാജ പരാതിയാണെന്നോ അല്ലെന്നോ തെളിയിക്കാൻ ഒരു മെക്കാനിസവും ഇല്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. അപ്പോൾ സ്ത്രീ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പുരുഷനെ കുറ്റക്കാരനായി കാണുന്ന മനോഭാവമാണ് മാറേണ്ടത്. യഥാർത്ഥത്തിൽ പരാതിക്കാരിയും ആരോപിതനുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ വിളിക്കുന്നത് അതിജീവിതയും വേട്ടക്കാരനുമാണെന്നാണ്. അങ്ങനെ വിളിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാ പരാതിക്കാരും അതിജീവിതമാരല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കേസ് വരുന്നു. ഇപ്പോൾ എനിക്കെതിരെ ഒരു കേസ് വരികയാണ്. അപ്പോൾ കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്തേക്കാം, അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാം, ഞാൻ ഒരുപക്ഷെ ജാമ്യം കിട്ടുന്നത് വരെ ജയിലിലും കിടന്നേക്കാം എന്ന് കരുതിയിട്ട് ഞാൻ പ്രതിയാകണമെന്നില്ല, കുറ്റവാളിയാകണമെന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് ഇപ്പോഴുമുള്ള ചിന്ത എന്താണെന്ന് വെച്ചാൽ ആദ്യം ചോദിക്കുക, പിന്നെ എന്തുകൊണ്ടാണ് അവൻ ഇത്ര ദിവസം 45 ദിവസം എന്തുകൊണ്ട് ജയിലിൽ കിടന്നു, വെറുതെയാണോ എന്നാണ് സാധാരണക്കാരൻ ചോദിക്കുന്നത്. 50 ദിവസം ജയിലിൽ കിടന്ന ആളാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായ ഡോക്ടർ നമ്പിനാരായണൻ, അല്ലെങ്കിൽ നമ്പിനാരായണൻ സാർ, സയൻറ്റിസ്റ്റായ നമ്പിനാരായണൻ. അതായത് അന്നത്തെ കാലത്ത് ചാരക്കേസ്, അന്നത്തെ യൂട്യൂബ് സെൻസേഷനാണ് ചാരക്കേസ് നിർത്താൻ. ആ ചാരക്കേസിൽ ബാക്കി എല്ലാവർക്കും, ഒരുപാട് പേർക്ക് അവരുടെ ജീവിതവും കരിയറും പോയി. കരുണാകരൻ സാറിന് പോയി, നമ്മുടെ രമൺ ശ്രീവാസ്തവജിക്ക് പോയി. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചത് നമ്പിനാരായണനാണ്. അതായത് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ക്രയോജനിക് വിദ്യ മാലിദ്വീപിലെ 2 ISIയുടെ ചാരന്മാർ വഴി പാകിസ്ഥാന് വിറ്റു എന്നാണ് കേസ്. കേട്ടാ ഭയങ്കര സിനിമാ കഥയാണ്. പക്ഷേ അങ്ങ് പാകിസ്ഥാൻ എന്ന് ക്രയോജനിക്കുന്നത് കേട്ടിട്ട് പോലും കാണില്ല. ആ പാകിസ്ഥാന് നമ്മൾ ചാരരഹസ്യങ്ങൾ വിറ്റു എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി. ഇനി 2 രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല കേട്ടോ, CBI കൊടുത്ത റിപ്പോർട്ടിലെ വാക്കുകൾ പറയുകയാണ്. അന്നൊരു DYSP, അന്നത്തെ CI ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഈ മറിയം റഷീദയോട് ലൈംഗികമായ താല്പര്യങ്ങൾ തോന്നി. 2-3 പ്രാവശ്യം അവരെ അപ്രോച്ച് ചെയ്തു. അവർ ഈ വ്യക്തിക്ക് അനുകൂലമായി നിന്നില്ല. അതിൻ്റെയൊക്കെ പ്രതികാരം കൊണ്ടാണ് ഈ കേസ് ഉണ്ടാക്കിയെന്നാണ് CBI പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് സെക്ഷുവൽ താല്പര്യമുള്ള സ്ത്രീ അദ്ദേഹത്തിന് അനുവദിക്കാത്തത് കാരണം ഇന്ത്യ കണ്ട ഏറ്റവും പ്രമാദമായ കേസുകളിലൊന്നും ഉണ്ടാക്കി. ഈ പോലീസുകാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾക്ക് തിരക്കഥ എഴുതാനാണ് താല്പര്യമെങ്കിൽ പോലീസ് ഫോഴ്സിൽ നിൽക്കരുത്, സിനിമാ മേഖലയിലേക്ക് വരൂ. എത്രയോ നല്ല തിരക്കഥകൾ നിങ്ങൾക്ക് എഴുതാം. ഒരുപാട് പോലീസുകാർക്ക് ഈ പ്രശ്നമുണ്ട്. അവർക്ക് ഈ തിരക്കഥ എഴുതി അത് പൊലിപ്പിച്ച് ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്ന രീതി എഴുതും. അത് ചെയ്യരുത്. അത് ഒരുപാട് കേസ് വരും. ഇനിയും ശ്രീ ദിലീപിൻ്റെ കേസിൽ എനിക്ക് 100% ഉറപ്പാണ് അദ്ദേഹം നിരപരാധിയാണെന്ന് തൽക്കാലം നിങ്ങൾ അംഗീകരിക്കേണ്ട. തൽക്കാലം നമുക്ക് തർക്കിച്ച് നിൽക്കാം.
പക്ഷേ ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് നിങ്ങൾക്കും എനിക്കും താങ്കൾക്കും ഉറപ്പുള്ളൊരു കേസ് പറയാം. 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഇട്ടല്ലോ. എന്തേ ഇപ്പൊ ആർക്കും അത് അന്വേഷിക്കണ്ടേ? 4 പോലീസുകാരുടെ ജീവൻ ഇവിടെ ഒരു വിലയില്ലേ? അതായത് എങ്ങനെങ്കിലും അതിജീവിതയുടെ കേസിൽ വീണ്ടും ഒരു അന്വേഷണം ഉണ്ടാക്കാൻ വേണ്ടി കള്ളത്തരത്തിൽ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസിട്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഇടാമെങ്കിൽ വേറെ ഏത് കള്ളക്കേസ് ഇടാനാണ് ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാകുക? അതിലൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഹൈക്കോടതിയിൽ ആ വാദം നടക്കുന്നതിനിടയിൽ യഥാർത്ഥത്തിൽ ദിലീപിനെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ദിലീപ് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന സ്ഥലം അവസാനം വാദിച്ചു വന്നപ്പോൾ അന്ന് ദിലീപ് അവിടെ ഇല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ വേറൊരു സ്ഥലത്താണുള്ളത്. അല്ല, അന്ന് അതായത് കേസിന്റെ അന്ന് കേസ് പോലും ഇല്ല. പറയണ കള്ളങ്ങൾക്കൊക്കെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണ്ടേ? ഒരു പോലീസുകാരൻ കള്ളം പറയല്ലേ, അതിനൊരു മിനിമം സ്റ്റാൻഡേർഡ് വേണ്ടേ? പക്ഷെ അത് ആരും ചർച്ച ചെയ്തില്ല, ആർക്കും താല്പര്യമില്ല. കാര്യം എല്ലാവർക്കും അറിയാം കള്ളക്കേസാണ്. അപ്പം നമ്മുടെ മനസ്സിൽ അതിജീവിതമാരോടും സ്ത്രീകളോടുമുള്ള ബഹുമാനം ഒരു മുതലാക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇതിനെ പല ആൾക്കാരും ചർച്ച ചെയ്യാതിരുന്നത്? അതിജീവിതയ്ക്ക് നീതി വേണം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന അതിജീവിതയ്ക്ക് നീതി വേണം. പക്ഷേ ശ്രീ ദിലീപിനെ വ്യാജമായിട്ട് ഈ കേസിലേക്ക് കൊണ്ടുവന്നതാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ, പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഇന്നലെ നാളെ വെളി വരും, ആ പോലീസ് ഉദ്യോഗസ്ഥനടക്കം നമുക്ക് സ്ത്രീകളോടുള്ള ബഹുമാനത്തെ മുതലെടുക്കുകയാണ്. നമുക്ക് അതിജീവിതമാരോടുള്ള സിമ്പതിയല്ല എമ്പതിയെ മുതലെടുക്കുകയാണ്. ഈ ദിലീപ് ഭീഷണിപ്പെടുത്തി പരസ്യം ദിലീപും അവിടെ ഇല്ല, അയാളും അവിടെ ഇല്ല. അപ്പം എത്ര ഉളുപ്പില്ലാതെയാണ് കള്ളം പറയുന്നത്. 4 പോലീസുകാരെ എന്നിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു വ്യാജ കേസ് എടുത്തു. ആ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നതായിട്ട് നിങ്ങൾ എവിടെങ്കിലും കേട്ടോ? അതെന്താ, പോലീസുകാരുടെ ജീവനൊരു വിലയില്ലേ? ശരിയാണ്. ഈ ജയസൂര്യയുടെ കേസിലേക്ക് വന്നാൽ, ജയസൂര്യയുടെ കേസിൽ ആദ്യം അദ്ദേഹത്തിനെതിരെ ആരോപണമായിരുന്നു. പിന്നീട് അവർ തന്നെ പറഞ്ഞു ജയസൂര്യയെ അല്ല, അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്, അദ്ദേഹം ഒരുപാട് ചാരിറ്റിക്ക് വേണ്ടി ഞാൻ സമീപിച്ചപ്പോൾ അദ്ദേഹം സഹായിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും മാറി. അത് ചോദിച്ചപ്പോൾ പറയുന്നത് കുടുംബം എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുന്നു. പിന്നെയും മാറ്റി പറയുന്നു. അവസാനം ഇപ്പോൾ കുറച്ച് മുമ്പ് ജയസൂര്യ തന്നെ പറഞ്ഞു, ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ടിലായി പോയി, എൻ്റെ കുടുംബമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അദ്ദേഹത്തെ പോലും ഈ കേസിൻ്റെ, തെളിയാത്ത കേസിൻ്റെ, ഏകദേശം വ്യാജമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കേസിൻ്റെ പുറത്ത് ഇപ്പോഴും അദ്ദേഹത്തെ പോലുള്ളവരെ ചിലരൊക്കെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സിനിമയൊക്കെ വളരെ കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ്. ബ്രാൻഡ് വാല്യൂ അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവരുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കാൻ ശ്രീ സിദ്ദിഖ് സാറിൻ്റെ കേസ്, ശ്രീ സിദ്ദിഖിനെതിരെ വ്യാജ പരാതി കൊടുത്ത് ഈ പെൺകുട്ടിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്. എന്തിനാണെന്നറിയാമോ? 32 പെൺകുട്ടികൾ ഈ വ്യക്തിക്കെതിരെ ഈ വ്യക്തിയുടെ സ്വഭാവം മോശമാണെന്നും കൂടെയുള്ള സഹപാഠികളുടെ നഗ്ന വീഡിയോ എടുത്ത് ആണുങ്ങൾ കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് ചൈനയിൽ നിന്ന് പുറത്താക്കിയ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ നാട്ടിൽ വന്ന് 11 പേർക്കെതിരെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി പരാതി കൊടുക്കുന്നത്. ആദ്യം കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ വെർബലി അബ്യൂസ് ചെയ്തു. രണ്ടാമത് കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞ പരാതി എന്ന് പറഞ്ഞാൽ എന്നോട് സെക്ഷുവൽ ഫേവർ ചോദിച്ചു. മൂന്നാമത് എന്നെ റേപ്പ് ചെയ്തു എന്നായി. എത്ര എളുപ്പമാണ്. അപ്പം വെറുതെ ഇരുന്ന് വ്യാജ പരാതി പറഞ്ഞ ആണുങ്ങളെ കൊടുക്കരുത്. അവിടെയാണ് നല്ല പരാതികൾ, സത്യമുള്ള പരാതികൾ നമ്മൾ വളരെ ഗൗരവമായി പരിഗണിക്കണം. പക്ഷേ വ്യാജ പരാതി, ഫോൾസ് കംപ്ലൈൻറ്റ് എന്നൊരു ഇഷ്യൂ ഉണ്ട്. BBC കോട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, ഇന്ത്യ ടുഡേ ഒക്കെ അത് കൊടുത്തിട്ടുണ്ട്, 53.2% ഇന്ത്യയിലെ റേപ്പ് കേസുകളും വ്യാജ റേപ്പ് കേസുകളാണ് എന്ന് BBCയുടെ ഒരു റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടക്കം പരിഗണിച്ചുകൊണ്ട് വ്യാജ പരാതികൾക്കെതിരെ ഒരു പൊതു മനസ്സ് ഉയർന്നു വരണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഈ വ്യാജ പരാതികൾ കൊടുക്കുമ്പോൾ തന്നെ ഈ പുരുഷന്മാർക്കെതിരായിക്കൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന, അതായത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയൊരു ഡയറക്ടർ തന്നെ ചോദിക്കുകയാണ്, ഈ ഫെമിനിസം എന്ന് പറയുന്നത്, അതായത് തുല്യത, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനമാണ്, പക്ഷേ ഫെമിനാസിസത്തെ ബഹുമാനമാണ്. ഈ ഫെമിനിസം തീർച്ചയായിട്ടും എനിക്ക് അവരോട് വിയോജിപ്പൊക്കെ ഉണ്ട്, പക്ഷെ അവരെ ബഹുമാനമാണ്. പക്ഷേ ഫെമിനിസ്റ്റുകളെന്ന് മലയാളത്തിലും ഫെമിനാസികളെന്ന് ഇംഗ്ലീഷിലും പറയുന്ന ഈ തീവ്ര ഫെമിനാസികൾക്ക് കുട്ടികളില്ല, കുടുംബമില്ല, ദൈവമില്ല, വിശ്വാസമില്ല, ആത്മീയതയില്ല, സംസ്കാരമില്ല. ഇവർക്കുള്ളത് പുരുഷവിരോധം മാത്രമാണ്. ആ പുരുഷവിരോധത്തെ ശക്തമായി പ്രതിരോധിക്കാനും ആ പുരുഷവിരോധം കൊണ്ട് ആണുങ്ങളെ ട്രാപ്പ് ചെയ്യുന്നത്, അതിൽ നിന്ന് രക്ഷിക്കാനും നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മെയിൽ ഷോവിനിസവും എതിർക്കപ്പെടുന്നതല്ലേ? മെയിൽ ഷോവിനിസം ഒരു ഭാഗത്ത് ഫീമെയിൽ ഷോവിനിസം ഉണ്ട്, തിരിച്ചാണ്. ആദ്യം മെയിൽ ഷോവിനിസം ആണ് ഉണ്ടായത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് മെയിൽ ഷോവിനിസം ഉണ്ട്, മറുഭാഗത്ത് ഫീമെയിൽ ഷോവിനിസം ഉണ്ട്. നമുക്ക് മെയിൽ ഷോവിനിസവും വേണ്ട, ഫീമെയിൽ ഷോവിനിസവും വേണ്ട, പുരുഷന്റെ അഹങ്കാരവും ധാർഷ്ട്യവും വേണ്ട, ഫെമിനാസിസവും വേണ്ട. ഈ 2 എക്സ്ട്രീംസ് അല്ലാതെ ഒരു മധ്യപാത, ഒരു ഗാന്ധിയൻ മധ്യപാത കണ്ടെത്തുകയാണ് നമ്മൾ വേണ്ടത്. തീർച്ചയായും. എന്തായാലും എല്ലാത്തിനെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വ്യാജ പരാതികളെ കുറിച്ച് കൂടി, അവർക്ക് കൂടി നീതി കിട്ടേണ്ട ആളുകളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ചർച്ച അങ്ങേ ക്ഷണിച്ചത്. എന്തായാലും ഒരുപാട് നന്ദി.